നിങ്ങളോട് ഈ കാര്യം വാഴ് പറയുന്നത് ഉപദേശിക്കുന്നത് നിങ്ങൾ നന്നാവാൻ വേണ്ടിയാണ്, ഉത്ബോധനം നേടി സംസ്കൃതിക്കാരാകാൻ വേണ്ടിയാണ്. ഈ പ്രമേയം ഏറ്റെടുക്കുന്നതിന് മുമ്പ്, ഈ സമ്മേളനം നടത്തുന്നതിന് 5 കൊല്ലം മുമ്പ് ആറാട് നമ്മുടെ സഹോദരന്മാർ തമ്മിൽ കുത്തിക്കൊല്ലുന്ന സമയത്ത് ഗാന്ധി ജനിച്ചൊരു നാട്ടിൽ ഇപ്പോൾ ഗന്ധം മനുഷ്യന്റെ മാംസഗന്ധമെന്ന് കവികൾ കവിത എഴുതിയ ഗുജറാത്ത് കത്തിനുള്ള കാലത്ത് നാം കോഴിക്കോട് വെച്ച് 6ാമത് സമ്മേളനത്തിൽ ജനങ്ങളോട് പറഞ്ഞു, മനുഷ്യരെ നിങ്ങൾ സൃഷ്ടാവിലേക്ക് മടങ്ങണം, എന്നാൽ നമുക്ക് സമാധാനത്തിലേക്ക് എത്താം. സൃഷ്ടാവിലേക്ക്, സമാധാനത്തിലേക്ക് എന്നായിരുന്നു നമ്മൾ അർത്ഥം. അതിനും 5 കൊല്ലം മുമ്പ് കേരളത്തിലെ കണ്ണീർ ജില്ലയായ കണ്ണൂർ ജില്ല, വഴിക്കുള്ള കണ്ണിനെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. അവിടെ സമ്മേളനവുമായിട്ട് മുജാഹിദുകൾ 1.5 പതിറ്റാണ്ട് കൊണ്ട് ഏതാണ്ട് 1.5 സെഞ്ചുറി ഇപ്പോഴും നോട്ട് ഔട്ടായി തുടരുന്ന ആ കൊലപാതകങ്ങളുടെ പരമ്പര സമ്മാനിച്ച ജില്ലയിലെ നാം പറഞ്ഞത് മാനവ മൈത്രിക്ക് ദൈവിക ദർശനം എന്ന സന്ദേശമായി. അതിനു 5 കൊല്ലം മുമ്പ് പാലക്കാട് കോട്ടമേലായി നാം സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ മുജാഹിദുകൾ പറയുക, ഞാൻ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രഖ്യാപനം, തൗഹീദിന്റെ പ്രഖ്യാപനം, അത് ഉയർത്തിപ്പിടിച്ച പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് സമ്മേളനം സംഘടിപ്പിക്കുമ്പോഴാണ് സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് രഥം എടുത്തു തുടങ്ങിയത്. ഈ രാജ്യത്തിലെ, ഇന്ത്യ രാജ്യത്തിലെ ഒരു ന്യൂനപക്ഷത്തിന്റെ ദേഹത്തിലെ രഥചക്രങ്ങൾ ഉരുട്ടിക്കൊണ്ട് ബാബറുടെ മക്കളുടെ ചോര കൊണ്ട് ഞങ്ങൾ ഹോളി ആഘോഷിക്കും എന്നുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുടക്കിക്കൊണ്ട് സാക്ഷി ഉത്തംബരി, ഉമാഭാരതി, അതേപോലെ തന്നെയുള്ള ഒരുപാട് വർഗീയവാദികളും അരങ്ങ് തകർക്കുന്ന സമയത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും കാര്യദർശികളും കൂടിയാലോചിച്ച് ആ പ്രമേയം മാറ്റി, തൗഹീദിന്റെ പ്രമേയം മാറ്റിയിട്ട് പറഞ്ഞു, ഇത് പറയാൻ നമുക്ക് തലവേണം, ഉടലിന്റെ തലവേണം. ഹിന്ദുവും മുസ്ലിമും തമ്മിൽ തല്ലുന്നു. ഉമാഭാരതക്കും വാർത്താക്കൾക്കും കേരളത്തിൽ ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ ആവേശം തിരക്കൊണ്ട് അപൂപണ്ടാടി പോലെ പറഞ്ഞു നടക്കുന്ന കേസറ്റുകൾ പ്രചരിക്കുന്നു. അവരുടെ മക്കളുടെ ദേഹത്തിൽ നിന്നെങ്ങാനും ഒരു തുള്ളി ചോര ആരെങ്കിലും തെറിപ്പിച്ചാൽ 1 ലിറ്റർ ചോര ഞങ്ങൾ തിരിച്ചു തെറിപ്പിക്കുമെന്ന് പ്രകോപനം മറുപടി നടത്തി. അന്ന് നമ്മൾ പറഞ്ഞു, മതം മനുഷ്യ സൗഹാർദ്ദത്തിനെയും ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് ഇസ്ലാം നീതിക്ക് നന്മയ്ക്ക് എന്നതാണ്. ഇതിന്റെ ആഗോള അടിസ്ഥാനത്തിലുള്ള പ്രകൃതിയും പ്രാധാന്യവും ഇതിന് ബഹുമാനായ സാഹിബ് സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ കേരളം മുസ്ലിം വ്യത്യസ്തമല്ല. പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മറ്റോ കേരളം സന്ദർശിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു സഫാർദവും വരും. ആ ചെറുപ്പക്കാരന്റെ പേര് മുഹ്സിൻ എന്നായിരുന്നു ആദ്യത്തിൽ പറയപ്പെട്ടത്. അയാൾ ഘട്ടത്തിലായിരുന്നു പോയത്. പക്ഷെ അന്വേഷണം നടത്തി കണ്ടെത്തിയത് അവസാനം രാകേഷ് എന്നോ മറ്റോ പേരായതോടുകൂടി അതുവരെ ISIയുടെ ബന്ധവും അതേപോലെ തന്നെ പാക് ബന്ധവും തെളിഞ്ഞ മാധ്യമങ്ങൾ അമ്മ എന്ന അക്ഷരം വേണ്ടിയില്ല. രാകേഷിന് മനോവിഭ്രാന്തി മൂലം എന്തോ ഒരു സംഗതി ചെയ്തു പോയതാണ്. കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദം, മഹറിന് വേണ്ടി അധ്വാനിക്കുന്ന കാശ്മീരിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ, എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുള്ള ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ കസ്റ്റഡിയിലാണ്, റിമാൻഡ് ചെയ്യപ്പെടും. മാധ്യമങ്ങൾ അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനറിയാം, നമുക്കറിയില്ല. തെറ്റ് ചെയ്തവരാണെങ്കിൽ ന്യായീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. പക്ഷേ പേര് മുസ്ലിമാകുന്നു എന്നതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന, മുസ്ലിം നാമമാണെങ്കിൽ ആഘോഷിക്കപ്പെടുന്ന ഒരവസ്ഥ, അനീതിയുടെ, നീതി ലഭ്യമാവാത്തതിന്റെ അവസ്ഥ നമ്മുടെ കേരളത്തിൽ വരെ ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ ഇസ്ലാമിക മുസ്ലിങ്ങളും പൊതിക്കൂട്ടി നിർത്തപ്പെടുന്ന, എവിടെ മുസ്ലിങ്ങളുണ്ടോ അവിടെ കുഴപ്പമുണ്ട്. കേരളത്തിലെ ഒരു പോപ്പിന്റെ പരസ്യവാചകം മുസ്ലിങ്ങളുടെ പേരിലേക്കാക്കി മാറ്റി അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഇസ്ലാം എന്താണ് ലോകത്തോട് പറയുന്നത് എന്ന് പറയേണ്ട ബാധ്യത ഓരോ മുസ്ലിംമാർക്കും. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ലോകത്ത് അനീതികൾ നടമാടുന്നു എന്ന് മാത്രമല്ല, തിന്മകളുടെ ഉത്തരങ്ങൾ ആകാശ അന്ധതയിൽ മരുന്നുകളെ വെല്ലുവിളിച്ച്